ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളൊന്ന് കാണുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലസാനിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഒറിജിനൽ ഇറ്റാലിയൻ ലസാനിയുടെ റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ലൊരു ലസാനി ഉണ്ടാക്കാനായിട്ട് 3 സ്റ്റെപ്പുകളാണുള്ളത്. അതിനകത്തിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതിനകത്തേക്ക് ആവശ്യമുള്ള നമ്മുടെ തക്കാളിയുടെ സോസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 100 ഗ്രാം ബൂറോ, അതായത് ബട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി. ഞാൻ ഇതിൻ്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഒരു അര സവോള എടുത്തിട്ടുണ്ട്, ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സവോളയും ആ വെളുത്തുള്ളിയും ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ബീഫ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. നാട്ടിലാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം, പച്ച ബീഫ് അരച്ചെടുക്കാം. അതും അതിൻ്റെ കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഇതിനകത്തിട്ടാണ് വേവിക്കേണ്ടത്. നമുക്ക് തക്കാളി സോസിലിട്ടാണ് ഇത് വേവിക്കേണ്ടത്. സോസല്ല, തക്കാളിയിലിട്ടാണ് വേവിക്കേണ്ടത്. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്യാം, കുറച്ച് മിക്സ് ചെയ്താൽ മതി. അതേപോലെ നമ്മൾ തക്കാളിയുടെ സോസ് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ വീണ്ടും മിക്സ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ബസിലിക്കോൻ്റെ ഇല, ഫോലിയ ബസിലിക്കോൻ്റെ നമ്മൾ കുറച്ച് ആഡ് ചെയ്യണം. കുറച്ച് നമുക്ക് തക്കാളിയുടെ സോസ് ഒഴിക്കുമ്പോഴാണ് അതും ആഡ് ചെയ്യേണ്ടത്. അതൊന്ന് ഇറച്ചൊന്ന് പകുതി വെന്ത് കഴിയുമ്പോൾ 2 ലിറ്റർ തക്കാളി സോസല്ല തക്കാളി ജ്യൂസ് പറയും. അതായത് തക്കാളി, ഞാനിത് മുമ്പ് ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് ഈ തക്കാളി സോസ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ 2 ലിറ്ററാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇറച്ചിയും ആ ഇറച്ചിയൊക്കെ കൂടി ഈ തക്കാളി സോസിൽ കിടന്നിട്ടാണ് ഈ ഇറച്ചി വേവേണ്ടത്. കുറച്ച് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇരുന്നത് വേവണം. കുറച്ച് ബസിലിക്കയുടെ ഇലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് ഈ ബസിലിക്കയുടെ ഇലയ്ക്ക് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഈ സാധനം നമുക്ക് വേവിക്കാൻ വയ്ക്കാം. മറക്കരുത്, 2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മുടെ നല്ല തക്കാളി സോസും ഇറച്ചിയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ഉണ്ടാക്കേണ്ടത് ബഷമേൽ, അതായത് വൈറ്റ് സോസാണ് റെഡിയാക്കേണ്ടത്. അതിന് കുറച്ച് ബട്ടർ, പാലെടുത്തിട്ടുണ്ട്, ചീസ് പൗഡർ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മൈദ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അളവ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആദ്യം തന്നെ നമ്മുടെ ബട്ടർ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാമാണ്. ആ 100 ഗ്രാം ബട്ടർ അതിനകത്തേക്ക് ഇട്ടു. അത് എല്ലാം ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ മൈദ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ആഡ് ചെയ്യാൻ പാടില്ല, മൊത്തമായിട്ട് ഇടരുത്. കുറേശ്ശെ നമുക്ക് മൈദ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 200 ഗ്രാമിൻ്റെ അത്രയും മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയാണ് നമുക്ക് ഇതിനകത്തേക്ക് പാൽ ആഡ് ചെയ്യണം. പാൽ ആഡ് ചെയ്യുമ്പോഴും മൊത്തമായിട്ടും ആഡ് ചെയ്യരുത്, കുറേശ്ശെ. ഞാൻ 2-3 സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്താലും കുഴപ്പമില്ല. പാൽ ഞാൻ എടുത്തിരിക്കുന്നത് 800 ml പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് നല്ല ഒരു ബഷമേൽ, അതായത് വൈറ്റ് സോസായിട്ട് കിട്ടും. അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ജാതിക്കായ പൊടിച്ചത് ഗ്രൈറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക നമുക്ക്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചീസ് പൗഡർ ഇട്ട് കൊടുക്കണം. ചീസ് ഗ്രൈറ്റ് ചെയ്ത് തന്നെ അത് കുറച്ച് എന്താ പറയുക, ഒരു 100 ഗ്രാം നമ്മളിപ്പോൾ ആഡ് ചെയ്യണം. ബാക്കി നമുക്ക് ലസാനിയ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്താൽ മതി. അതും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഈ ചീസിൻ്റെ പൗഡർ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എനിക്ക് ഇവിടെ ഇറ്റലിയിലുള്ളൊരു സിഞ്ഞോറ പറഞ്ഞു തന്ന ഒറിജിനൽ ഇറ്റാലിയൻ ലസാനിയയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേറെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഒറിജിനൽ റെസിപ്പി. നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ബഷമേൽ, വൈറ്റ് സോസ്, മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട് ഒരു 3 എണ്ണം, ഒരു 200 ഗ്രാം നോർമൽ ചീസ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മളുണ്ടാക്കിയ ആ തക്കാളി സോസിൽ 2 മണിക്കൂർ നേരം വേവിച്ചെടുത്ത തക്കാളിയുടെ സോസിലിട്ട് വേവിച്ചെടുത്ത ഇറച്ചി. ഇത്രയാണ് നമുക്ക് നല്ലൊരു ലസാനിക്ക് വേണ്ട സാധനങ്ങൾ. നമ്മളൊരു പാത്രം, ഇതിപ്പോൾ ഞാനിപ്പോൾ അലുമിനിയം പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഫോർണോയിൽ വെക്കാൻ പറ്റണ എന്ത് പാത്രങ്ങളിലും നമുക്ക് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് തക്കാളിയുടെ സോസ് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് അടി പിടിക്കാതിരിക്കാനാണ് ശരിക്കും കുറച്ചധികം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലസാനിയയുടെ ഓരോ
ഷീറ്റ്സ് നമ്മൾ നല്ലോണം വെച്ച് കൊടുക്കുക, സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക അതിനകത്തേക്ക്. നമുക്കിപ്പോൾ നാട്ടിലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ മേടിക്കാൻ കിട്ടും ലസാനിയ ഷീറ്റ്സ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ തക്കാളിയുടെ ആ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനിവിടെ പറയുന്നത്, ഇറ്റാലിയനിൽ പറയുന്നത് റഗു എന്നാണ്. അതായത് ഇറച്ചിയിട്ട് റെഡിയാക്കി എടുക്കുന്ന ആ തക്കാളി സോസിന് പറയുന്നത് റഗു എന്നാണ്. റഗു നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് വൈറ്റ് സോസ് അല്ലെങ്കിൽ ബഷമേല അത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ലസാനിയ എന്ന് പറയുന്നത് ഏറ്റവും അധികം കലോറി ഉള്ളൊരു ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും കഴിക്കരുത്, നമ്മൾ ആവശ്യത്തിന് കുറച്ച് കഴിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ കലോറി ഉള്ള ഫുഡാണ് ലസാനിയ. കാരണം ബട്ടറും ചീസും എല്ലാം ആവശ്യത്തിൽ കൂടുതൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ മൊസറല്ല ചീസ് ഉണ്ട്, അത് ഓരോരോ സ്ലൈസായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇടാം. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാനായിട്ട് മറന്നുപോയി. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചീസിൻ്റെ പൗഡർ നമ്മൾ ഇടണം. ചീസ് ഗ്രേറ്റ് വെച്ചിരിക്കുന്നത് നമ്മൾ ഇടണം. അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, രണ്ടാമത്തെ ലെയർ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ അടുത്ത ലസാനിയ ഷീറ്റ് റെഡിയാക്കി വയ്ക്കുക. ഓരോന്നോരോന്ന് നല്ലോണം പ്രസ് ചെയ്ത് നല്ലോണം ചെയ്ത് വയ്ക്കുക, സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇത് നമ്മൾ പഴയതുപോലെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും തക്കാളിയുടെ എന്താ പറയുക റഗു സോസ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ബഷമേല അല്ലെങ്കിൽ വൈറ്റ് സോസ് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും മൊസറല്ല കട്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ മേലെ നല്ലവണ്ണം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്താ പറയുക ചീസിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഗ്രേറ്റ് വെച്ചിരുന്ന ചീസിൻ്റെ പൗഡറിൽ അതും നല്ല ക്വാണ്ടിറ്റിയിൽ അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ രണ്ടാമത്തെ സെക്ഷനാണ്. ഇതിൻ്റെ മുകളിൽ ഒരു സെക്ഷൻ കൂടി വെക്കണം. അങ്ങനെ 2-3 ലെയറായിട്ട് വേണം നമുക്ക് ഉണ്ടാക്കേണ്ടത്. വീണ്ടും നല്ല ഇതിനകത്ത് ഞാനിപ്പോൾ ചീസിൻ്റെ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പൗഡറല്ല, ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യണം. ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്കിത് മൈക്രോവേവിലേക്ക് വെക്കണം. ഫോർണോയിലേക്ക് വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഫോർണോയിൽ 180 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് നമ്മളത് ഫോർണോയിൽ വയ്ക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് ആ കവറിങ്, അതായത് ഫോയിൽ പേപ്പർ മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഫോർണോയിൽ വയ്ക്കണം. അപ്പോഴാണ് ആ മുകളിലത്തെ ചീസൊക്കെ ശരിക്കും അതിനകത്തേക്ക് ഇറങ്ങുള്ളൂ, നല്ലോണം മെൽറ്റായിട്ട് ഇറങ്ങുള്ളൂ. 10 മിനിറ്റ് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ നല്ല അടിപൊളിയായിട്ടുള്ള ലസാനിയ, ഇറ്റാലിയൻ ലസാനിയ, ടേസ്റ്റി ആയിട്ടുള്ള ലസാനിയ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എന്താ പറയുക, ഇവിടെ ഇറ്റാലിയൻസിന് നല്ല എന്തെങ്കിലും ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ, അതായത് ക്രിസ്മസ്, ഈസ്റ്റർ, എന്തെങ്കിലും ബർത്ത്ഡേകൾ, അങ്ങനെയുള്ള ഇവരുടെ എല്ലാ ഫെസ്റ്റിവൽ ദിവസങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ലസാനിയ. അത് അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് ഒരു ലക്ഷറി ആയിട്ടുള്ള ഫുഡാണ്, അത്രയ്ക്ക് കലോറിയും ഉള്ളൊരു ഫുഡാണ്. അപ്പോൾ നമ്മുടെ നോർമലല്ല, ഒറിജിനൽ ലസാനിയ, ഇറ്റാലിയൻ ലസാനിയ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ കുരുമുളക് കൂടി അങ്ങനെ ഇതൊന്നും മലയാളികളുടെ റെസിപ്പികളൊന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. നോർമൽ ഇറ്റാലിയൻ ലസാനിയാണിത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ കഷ്ണങ്ങളും അകത്തെല്ലാം വെന്തിട്ടുണ്ടോ ഇല്ല എന്നൊന്നും നമുക്ക് നോക്കാം. നമ്മൾ വെറുതെ ഒന്ന് കുത്തുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി കയറി പോകുന്നത് അത്രയ്ക്ക് സോഫ്റ്റാണ് അതിൻ്റെ ലീവ്സ് എല്ലാം, ലസാനിയയുടെ ലീവ്സ്. ഇതിനകത്ത് 1 മണിക്കൂർ വരെ ഇരുന്ന് വെന്ത് അത് നോക്കിയാൽ അടിപൊളി ചീസൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നതുണ്ടോ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല തിന്നാനായിട്ട്. നല്ല ചൂടോടെ കഴിക്കണേത്, നമ്മൾ തണുത്തിട്ടൊന്നും കഴിക്കരുത്. ആ ചൂടോടെ കൊടുക്കണ്ട, ഓരോ ലെയറായിട്ട് നിൽക്കണേണ്ട. അകത്തുനിന്ന് ബഷമേല സോസും മൊസറല്ല ചീസും ഇറങ്ങി വരുന്നതുണ്ട. അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ ഒന്ന് കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയാവേ. അടിപൊളി. ചീസ് മൊസറല്ല ചീസ് വെച്ചില്ലേ, സൂപ്പറായിട്ടുണ്ട്.
ഉണ്ടോ? വൈറ്റ് ക്രീമി ബഷമല്ല പൊളിച്ചു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല.